ഇന്ന് നമ്മള് ചട്ടിയും കൈക്കോട്ടൊക്കെ ആയിട്ട് എവിടേക്കാന്ന് വിചാരിക്കണ്ടാവും അല്ലേ? നമ്മൾ കുറച്ചില്ലേ ചില്ലറ പണികൾ ചെയ്യാൻ പോവാട്ടോ, മെനുക്ക് പണികൾ എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇവിടെ അടുത്തൊക്കെ പൂരങ്ങളായിട്ട് അപ്പൊ നമ്മൾ മമ്പണി ചെയ്യാന്ന് പറയാം. തിരുവാതിരക്കാണ് മമ്പണി ചെയ്യല്. പക്ഷെ തിരുവാതിര സമയത്തൊക്കെ ഇവിടെ മഴയായതുകൊണ്ട് നമ്മൾ മമ്പണി ചെയ്തില്ല കേട്ടോ. അപ്പൊ എല്ലാം അവിടെയൊന്നും ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും കാണുന്നതല്ലേ നമ്മുടെ അടുക്കള വശമൊക്കെ. അപ്പൊ ഈ അടുക്കള വശമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാന്ന് വിചാരിച്ചിട്ട് നമ്മളിന്ന് മമ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. ഇത് നമ്മുടെ പുതിയ വീടിന്റെ ബേക്ക് വശാണ് കാണുന്നത്. കുറേ ആയില്ലേ പറയണു നമ്മള് വീടിന്റെ ഉൾവശങ്ങൾ കാണിച്ചു തരുമോ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും അടുത്ത് തന്നെ നമ്മുടെ വീടിന്റെ ഉൾവശമൊക്കെ കാണിക്കാം. അതിന്റെ മുന്നോടിയായിട്ട് ഇവിടെയൊക്കെ കാടുകളായിരുന്നു. നമ്മൾ ഈ കാടൊക്കെ വെട്ടി വൃത്തിയാക്കി 2-3 ദിവസം നല്ല പണിയായിരുന്നു കേട്ടോ. ഇവിടെ കാട് വെട്ടലും ചകിരി കൊണ്ടുവരലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഈ മമ്പണിയും കൂടി ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ കുറച്ച് പുറത്തെ പണികളൊക്കെ ചെയ്ത് കഴിയും. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ നമ്മള് വീട് പണിയുന്ന സമയത്തേ ഇവിടുന്ന് JCB കൊണ്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട മണ്ണുകളാണ് കേട്ടോ. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, വേഗം കളച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ മക്കൾ സ്കൂളില്ലാത്ത സമയത്ത് കഞ്ഞിയും കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്കാ വരിക. ഇതിങ്ങനെ ആയിരുന്നില്ല, ഇവിടെ നിറയെ മണ്ണായിരുന്നു. കണ്ടോ, ഇവിടെയൊക്കെ നിറയെ മണ്ണായിരുന്നു കേട്ടോ. ഞാനും അനിയേട്ടനും ഒഴിവുള്ള സമയത്തൊക്കെ അങ്ങനെ മണ്ണ് കൊണ്ടുപോയിട്ടിട്ടിട്ട് ഇപ്പൊ ഇവിടെ നിരപ്പായതാണ്. മറ്റേത് ഇങ്ങനെയായിരുന്നല്ലോ, ഒരു ഭാഗം കുന്നുകൂടിയ പോലെ ആയിരുന്നു. ഇത് ബാത്റൂമിന്റെ കുഴി ഒഴിച്ചതിന്റെയും വേസ്റ്റ് റിംഗ് ഒക്കെ വെച്ചില്ലേ, അതിന്റെയൊക്കെ മണ്ണാണ് കേട്ടോ അത്. പിന്നെ ഇവിടുത്തെ മണ്ണിന് എന്താണെന്ന് അറിയാം, ഒരു പ്രത്യേകത, കല്ലുകൾ ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ കാഞ്ഞിരത്തെ വീട്ടിലത്തെ അവിടെ മണ്ണ് കമ്മിയാണ്, പക്ഷെ കല്ല് കൂടുതലാണ്, ചരക്കല്ലുകൾ കൂടുതലാണ്. ആദ്യം എല്ലാ വീട്ടിലും വേനൽക്കാല സമയത്ത് ചെയ്തിരുന്നു. ഇപ്പോഴൊക്കെ പിന്നെ എല്ലാവർക്കും സൗകര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആരും മമ്പണിയൊന്നും ചെയ്യില്ല. എല്ലാവരും മതിൽ കെട്ടലും കാര്യങ്ങളൊക്കെ അല്ലേ. ഒരു കുഴി ഒഴിച്ചിട്ടില്ലേ, ഇതിലിങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയൊക്കെ മമ്പണി ചെയ്യുമ്പോൾ രാത്രിയിൽ ഇങ്ങനെ ഇതേപോലെ മണ്ണൊക്കെ ഉണ്ടാക്കിയിട്ട് വെള്ളം ഒഴിച്ചിടും കേട്ടോ. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് മമ്പണി ചെയ്യുക. നമ്മളിതാ മണ്ണ് കൊണ്ടുവന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടോ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ വേഗം കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ നമ്മളില്ലേ ഇവിടെയൊക്കെ വെള്ളം തളിച്ചു കൊടുക്കുക. ഇവിടെ ചെയ്തിട്ടോ കാര്യം ഉണ്ടാവുന്നൊന്നും തോന്നുന്നില്ല കേട്ടോ. നമ്മുടെ കോഴികളില്ലേ, ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും ഉണങ്ങണ വരെ. നമുക്ക് ഈ ടാർപ്പായും കൂടി ഒന്ന് അഴിച്ചു വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ കൈക്കോട്ടും കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ല പറഞ്ഞല്ലേ, നല്ല സുഖാട്ടോ ഇങ്ങനെ മണ്ണ്. എൻ്റെ വീടിന് മൺചുമരാണ് കേട്ടോ. ഒക്കെ ഞാനും എൻ്റെ വലിയേട്ടനും ചെറിയേട്ടനും അച്ഛനും അമ്മയൊക്കെ പാടെ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചാടി കളിക്കാൻ ഭയങ്കര സുഖം. അന്നാണ് വെച്ചാൽ കനാലിലും കൂടി വെള്ളമില്ല കേട്ടോ. 2-2.5 കിലോമീറ്റർ നടന്നിട്ട് വേണം സർക്കാരേറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ. തലേ ദിവസം ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ കുഴച്ചിടും. എന്നിട്ട് പിറ്റത്തെ ദിവസം
രാവിലെ 10 മണിയാകുമ്പോഴേക്കൊക്കെ 50 കട്ടയൊക്കെ പിടിക്കും. എന്താണ് അന്തം വിട്ട് നോക്കിക്കണത്? നമുക്ക് മണ്ണ് കുഴക്കണോ? വേണ്ടേ? എടി നല്ല സുഖാടി. പണ്ടല്ലേ കുഴച്ചിട്ടുള്ളൂ, ഇപ്പൊ കുഴച്ചിട്ടില്ലല്ലോ. വേണ്ട വേണ്ട, ഇതിന്റെ കുളിയൊക്കെ കഴിഞ്ഞല്ലേ. പണ്ട് എല്ലാവരും ചെയ്തിരുന്നു കേട്ടോ മമ്പണി ചെയ്യല്. നമ്മുടെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലില്ലേ, ആ വീട്ടുകാരാണ് എപ്പോഴും ആദ്യം മമ്പണി ചെയ്യാം. അവര് പരിസരത്തി മമ്പണി ചെയ്ത് ചാണകമൊക്കെ മെഴുകി എന്ത് രസമായിരിക്കും അറിയാം അവരുടെ മുറ്റം. ഇപ്പോഴും തന്നെ അങ്ങനെ തന്നെ കേട്ടോ, അവര് മമ്പണിയൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ടുണ്ടാവും. നമ്മുടെ ഈ ഭാഗത്ത് അവര് അതേപോലെ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലൊക്കെ മമ്പണി ചെയ്ത് നല്ല ചന്തമുള്ള മുറ്റായിരിക്കും. എന്താ സുഖം ഈ പാട്ട് പാടുന്നു? മണ്ണ് കളിക്കാൻ തോന്നുന്നുണ്ടോ നമുക്ക്? ഉണ്ടോ? മര്യാദക്ക് പൊക്കോ മണ്ണ് കളിക്കാൻ പോകുന്നു. ഞാനൊക്കെ എത്ര മണ്ണ് കളിച്ചിട്ടുണ്ടെന്നറിയോ, എത്ര അടി കിട്ടിയിട്ടുണ്ടെന്നറിയോ മണ്ണ് കളിച്ചിട്ട്. അമ്മ വരുമ്പോഴേക്കും കിണറും കൂടി ഇല്ല വീട്ടില്. അടുത്ത വീട്ടില് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കോരാൻ പോകാൻ പറ്റില്ല. അപ്പോൾ ചളിയാക്കിയിട്ട് കനാലിൽ വെള്ളവും ഇല്ലെങ്കിൽ പുഴയ്ക്ക് പോണ്ടേ. നമ്മള് ഏറെക്കുറെ കുണ്ടും കുഴിയൊക്കെ തൂർത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടില്ലേ നമ്മൾ ഒരോടം വൃത്തിയാക്കിയുടെ അപ്പുറത്തെ ഭാഗം ഇവിടെ കോഴികൾ വൃത്തിയേടാക്കുക. എൻ്റെ കയ്യും കാലും ഒക്കെ കണ്ടോ? മണ്ണിന്റെ കളറ് മൊത്തം പിടിച്ചു. കണ്ടു കഴിഞ്ഞു വെച്ചാലില്ലേ കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെ ഒന്നും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. അത്രേ വേണ്ടുള്ളൂ. ഞാൻ ആദ്യം എൻ്റെ കൈ കാലൊക്കെ ഒന്ന് കഴിയിട്ടെ. ഇതാ നമ്മൾ മണ്ണൊക്കെ ഇട്ടു കേട്ടോ. ഇനി നമ്മളിതിൽ മിനുക്ക് പണികൾ ചെയ്യാൻ നിൽക്കുകയാണ്. ഇതൊക്കെയല്ലേ പാലക്കാടുകാരുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നാട്ടും പുറത്തുകളിലൊക്കെ ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും അധികം വീട്ടുകളിൽ കൃഷി ഉണ്ടാവും, ഇല്ലെങ്കിൽ കൊയ്ത്തിന് പോണ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരൊക്കെ നെല്ലുണക്കാനും അതേപോലെ തന്നെ നമ്മുടെ മുറ്റം വൃത്തിയാക്കാനും ഒക്കെ ഇങ്ങനെ മമ്പണി ചെയ്ത് ചാണകമില്ലേ, ചാണകം അതേപോലെ തന്നെ ചിരട്ടയില്ലേ, ചകിരിയുടെ കരിയുമ്പാടെ രണ്ടും പാടെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ തേച്ചിട്ടേ ഒരു കറുപ്പ് കളർ ഉണ്ടാവും, ഒരു ലൈറ്റ് കറുപ്പ് കളർ ഉണ്ടാവും കേട്ടോ. മുറ്റം മുഴുവൻ നല്ല രസമാണ്. നമ്മളവിടെ ഇരുന്നാലോ അല്ലെങ്കിൽ കിടന്നാലോ ഒന്നും നമ്മുടെ മേത്തൊന്നും ചളി പൊട്ടി ഒന്നും ചെയ്യില്ല. ഇപ്പോഴൊക്കെ ഇത് കുറേ ആൾക്കാർ ചെയ്യണില്ല. കാരണം എല്ലാവർക്കും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ കെട്ടുക, മതില് കെട്ടുക അല്ലെങ്കിൽ ഇട സൈഡുകൾ കെട്ടുക ഒക്കെ അല്ലേ. മറ്റേത് ചെടികൾ ഉണ്ടാക്കണ അവിടത്തും കൂടി ഇതേപോലെ മമ്പണി ചെയ്തിട്ട് അതിലാണ് കേട്ടോ വെള്ളമൊക്കെ വെച്ചിരുന്നത്. എന്ത് രസമായിരിക്കും എന്നറിയോ ആ സമയത്തൊക്കെ. അതേപോലെ ചിലവരൊക്കെ ഇല്ലേ മണ്ണ് ഉണ്ടാവില്ല കേട്ടോ, ഫുള്ള് കല്ലുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ആൾക്കാര് മണ്ണുള്ള സ്ഥലത്ത് പോയി മണ്ണ് കളച്ച് ഏറ്റി കൊണ്ടുവന്നിട്ട് മമ്പണി ചെയ്യലുണ്ട്. എന്നിട്ട് പിന്നെ അതേപോലെ ചുമപ്പ് കളർ നമ്മള് ഇഷ്ടിക പൊടിച്ചിട്ട് അതിന്റെ കളർ ഒരു ചുമപ്പ് കളറില്ലേ, ആ കളറൊക്കെ തേച്ചിട്ട് നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാന്. നമുക്ക് ഇപ്പൊ ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. മമ്പണിയൊക്കെ കഴിഞ്ഞു. മമ്പണി കഴിഞ്ഞത് പിന്നെ ഉണങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. മമ്പണി ചെയ്ത സ്ഥലമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണെന്നറിയോ, നമ്മള് ഒരു സാധനം ചെയ്യാണ് കേട്ടോ. ഇതാണ്ടോ, നമ്മള് ചാണകം തേക്കാൻ പോവാണേ. നമ്മളിവിടെ മുറ്റത്തൊക്കെ ചാണകം തേച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചെരുപ്പ് ഇടാണ്ടൊക്കെ നടക്കണത്. നമുക്ക് വേണോ? എന്തടി കുറച്ച് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ കരിയൊക്കെ തേക്കുകയാണെന്ന് പറഞ്ഞാൽ നല്ല കറുപ്പ് കളർ ഉണ്ടാവും കേട്ടോ. ഇതിന്റെ നല്ല
നമ്മളിത് ഒരു പ്രാവശ്യം തേച്ച് കൊടുത്തിരുന്നതാണ് കേട്ടോ, ചാണകം തേച്ചിരുന്നു. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണേ. ഒരു തുണി വെച്ചിട്ടാണോ എന്ന് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് കട്ടിയാക്കിയിട്ട് കയ്യും കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. ഞങ്ങളുടെ ഇവിടെ എങ്ങനെയാണ് കേട്ടോ മമ്പണി ചെയ്യുക. മമ്പണി ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ചാണകമൊക്കെ തേച്ച് വൃത്തിയാക്കി ഇടും കേട്ടോ. നമ്മുടെ മുറ്റമൊക്കെ നല്ല വൃത്തിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ശീലമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ഇതാ, നമുക്ക് കുറേ ഇവിടെ മുറ്റമൊക്കെ അടിക്കാണ്ട് കുറേ വലിച്ചു നീട്ടണില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.